Good morning to all. The previous class we discussed about the indifference curve and their criticisms, and also we discussed about the difference between utility analysis and indifference curve. Today we discussed about the new topic, that is budget line or price line. The budget line show how much of the income of the consumer is allocated for each of the two commodities, that means X and Y. The symbol words, it show the quantity of two goods bought at their fixed price with the available income. So budget line എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഷോ ചെയ്യുന്നത് how much of the income of consumer allocated for each of two commodities. That means നമ്മൾക്ക് രണ്ട് കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എത്ര മച്ച് ഇൻകം നമ്മുടെ കയ്യിൽ ഉണ്ട് അത് നമ്മൾ ഷോ ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ ബഡ്ജറ്റ് ലൈൻ ഷോ ഹൗ മച്ച് ഓഫ് ദ ഇൻകം ഓഫ് കൺസ്യൂമർ ഈസ് അലോക്കേറ്റഡ് ഫോർ ഈച്ച് ഓഫ് ദ ടു കമ്മോഡിറ്റീസ്. അതായത് രണ്ട് കമ്മോഡിറ്റീസ് ബൈ ചെയ്യാനായിട്ട് എത്ര ഇൻകം കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലുണ്ട് എന്ന് ഷോ ചെയ്യിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ബഡ്ജറ്റ് ലൈൻ. ഇവിടെ ടു കമ്മോഡിറ്റീസ് എന്നുള്ളത് നമ്മൾക്ക് ഒരു ഫിഗറായിട്ട് എക്സ് ആൻഡ് വൈ എടുക്കാം. അതായത് ടു കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നമ്മൾ അതിനെ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ആൻഡ് വൈ എന്നുള്ള സിമ്പിൾസ് അല്ലെങ്കിൽ എന്നുള്ളൊരു വേർഡ് വെച്ചിട്ടാണ്. എക്സ് ആൻഡ് വൈ ആർ ദ ടു കമ്മോഡിറ്റീസ്. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻ സിമ്പിൾ വേർഡ്സ് ഇറ്റ് ഷോ ദ ക്വാണ്ടിറ്റി ഓഫ് ടു ഗുഡ്സ് ബോട്ട് അറ്റ് ദെയർ ഫിക്സഡ് പ്രൈസ് വിത്ത് ദ അവൈലബിൾ ഇൻകം. ബഡ്ജറ്റ് ലൈൻ ഷോ ചെയ്യുന്നത് സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഇൻകം ഉണ്ടായിരിക്കും. നമ്മുടെ കയ്യിലുള്ള ഇൻകത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ഗുഡ്സ്, അതായത് ഈ ടു കമ്മോഡിറ്റീസ് എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നതാണ് ബഡ്ജറ്റ് ലൈൻ. സോ നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻകം വെച്ചിട്ട് ഈ ടു കമ്മോഡിറ്റീസ് എങ്ങനെയൊക്കെ നമ്മൾക്ക് പർച്ചേസ് ചെയ്യും, അതായത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴാണ് കിട്ടുക എന്ന് നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വഴി കാണിക്കുന്ന ഒന്നാണ് ബഡ്ജറ്റ് ലൈൻ ഓർ പ്രൈസ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് ചോദിക്കും, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കാം പ്രൈസ് ലൈൻ എന്നായിരിക്കും. അപ്പോൾ പ്രൈസ് ലൈനും ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ആണ്. സോ ബഡ്ജറ്റ് ലൈൻ സിംപിളി മീൻസ് എന്താണ്, the quantity of two goods bought at their fixed price with the available income. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻകം വെച്ചിട്ട് നമ്മൾ ടു ടൈപ്സ് ഓഫ് കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഷോ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ബഡ്ജറ്റ് ലൈൻ. സോ നെക്സ്റ്റ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ പ്രൈസ് ലൈനിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വിത്ത് എക്സാമ്പിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് നിങ്ങൾ എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ബഡ്ജറ്റ് ലൈൻ എന്നുള്ളൊരു ടോപ്പിക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കോമൺ ആയിട്ട് കാണുന്നൊരു ക്വസ്റ്റ്യനാണ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിക്കുക. എന്തെങ്കിലും ഇൻ കേസ് മിസ് പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. സോ ഇവിടെ നമ്മൾക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സപ്പോസ് കൺസ്യൂമർ ഇൻകം ഈസ് 1000 and the price of X and Y per unit are ₹25 and 10 respectively. The consumer has three alternatives before him. A. He can buy 100 units of Y. That means no X. The second category is he can buy 40 units of X, no Y. The third category is he can buy some quantity of both, that means X and Y. So these three possibilities are shown in the following graph. So നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്സാമ്പിളിൽ പറയുന്നത് ഒരു കൺസ്യൂമർ, ആസ് എ കൺസ്യൂമർ, ഞാനൊരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ എൻ്റെ കയ്യിൽ 1000 റുപ്പീസാണ് എൻ്റെ ഇൻകം. 1000 റുപ്പീസാണ് എൻ്റെ കയ്യിലുള്ള ഇൻകം. നമ്മൾ ടു കമ്മോഡിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. ബഡ്ജറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ടു കമ്മോഡിറ്റീസാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. സോ നമ്മുടെ ബഡ്ജറ്റ് ലൈനിൽ എക്സ് ആൻഡ് വൈ എന്നുള്ള രണ്ട് കമ്മോഡിറ്റീസാണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 25 റുപ്പീസാണ്. എക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 25 റുപ്പീസാണ്. വൈയുടെ റേറ്റ് എന്ന് പറയുന്നത് 10 റുപ്പീസാണ്. സോ എൻ്റെ കയ്യിലുള്ള ഇൻകം 1000 റുപ്പീസാണ്. അതിൻ്റെ അകത്ത് ടു കമ്മോഡിറ്റീസ് ആണുള്ളത് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെ റുപ്പീസ് എന്ന് പറയുന്നത് 25ഉം
വൈയുടെ റുപ്പീസ് എന്ന് പറയുന്നത് 10 ആണ്. നമ്മൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ കയ്യിലുള്ള ഈ 1000 രൂപ കൊണ്ട് നമ്മൾക്ക് ഈ എക്സ് ആൻഡ് വൈ എങ്ങനെ പർച്ചേസ് ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് വേണമെങ്കിൽ ഫുൾ വൈ എന്നുള്ളൊരു കമ്മോഡിറ്റി അല്ലെങ്കിൽ വൈ എന്നുള്ളൊരു പ്രൊഡക്റ്റ് നമ്മൾക്ക് പർച്ചേസ് ചെയ്യാം. വൈയുടെ പ്രൈസ് ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10 റുപ്പീസാണ് പറഞ്ഞിരിക്കുന്നത്. സോ വൈയുടെ പ്രൈസ് 10 റുപ്പീസ് ആകുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഇൻകം എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് എത്ര കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും? 1000 ഡിവൈഡഡ് ബൈ 10. ദാറ്റ് മീൻസ് നമ്മൾക്ക് 100 യൂണിറ്റ് ഓഫ് വൈ എന്നുള്ളൊരു പ്രൊഡക്റ്റ് നമ്മൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അതായത് വൈയുടെ പ്രൈസ് 10 റുപ്പീസാണ്, എൻ്റെ കയ്യിലുള്ള ഇൻകം എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. സോ നമ്മൾക്ക് ഈ 10 രൂപയുള്ള പ്രൊഡക്റ്റ് 1000 രൂപയ്ക്ക് എത്ര എണ്ണം പർച്ചേസ് ചെയ്യാൻ പറ്റും? 100 യൂണിറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ആ 1000 രൂപയ്ക്കും വൈ എന്നുള്ളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹി ക്യാൻ ബൈ 40 യൂണിറ്റ് ഓഫ് എക്സ്. അതായത് നമ്മൾക്ക് 25 റുപ്പീസാണ് എക്സിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഈ 1000 രൂപയ്ക്ക് എക്സ് എന്നുള്ള കമ്മോഡിറ്റി മാത്രം പർച്ചേസ് ചെയ്യാം. നമുക്ക് വൈ എന്നുള്ളൊരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യേണ്ട, എക്സ് മാത്രം നമ്മൾക്ക് പർച്ചേസ് ചെയ്യാം. ദാറ്റ് മീൻസ് 25 റുപ്പീസാണ് എക്സിന്. സോ എൻ്റെ കയ്യിലുള്ള ഇൻകം എന്ന് പറയുന്നത് 1000 ആണ്. സോ നമ്മൾക്ക് എത്ര പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എത്ര കമ്മോഡിറ്റി നമ്മൾക്ക് അവിടെ പർച്ചേസ് ചെയ്യാം? എക്സ് എന്നുള്ള എത്ര കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാം? 1000 ഡിവൈഡഡ് ബൈ 25. ദാറ്റ് മീൻസ് എത്രയാണ്? 40. നമുക്ക് മാക്സിമം ഈ 25 രൂപയുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് 1000 രൂപയാണ്. സോ നമ്മൾക്ക് 40 യൂണിറ്റ് നമ്മൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും? പർച്ചേസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് സി കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ എക്സിൻ്റെയും വൈയുടെയും കോമ്പിനേഷനായിട്ട് പർച്ചേസ് ചെയ്യാം. അതായത് നമ്മുടെ കയ്യിൽ 1000 രൂപയുണ്ട്, നമ്മൾക്ക് കുറച്ച് എക്സും കുറച്ച് വൈയും അങ്ങനെ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാം. ദാറ്റ് മീൻസ് വി ക്യാൻ പർച്ചേസ് ബോത്ത് ദ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. നമ്മൾക്ക് ഈ കോമ്പിനേഷൻ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള 3 അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ. ഈ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? ബഡ്ജറ്റ് ലൈൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള ഇൻകം എത്രയാണെന്ന് നോക്കാം. 2 കമ്മോഡിറ്റീസാണ് തന്നിട്ടുണ്ടായിരിക്കുക. 2 കമ്മോഡിറ്റിയുടെയും പ്രൈസ് നോക്കാം. എന്നിട്ട് പ്രൈസ് നോക്കിയിട്ട് ഒരു സിംഗിൾ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര റുപ്പീസ് വരും? ദാറ്റ് മീൻസ് നമ്മളുടെ കയ്യിലുള്ള ഇൻകം ഡിവൈഡഡ് ബൈ ആ കമ്മോഡിറ്റിയുടെ പ്രൈസ്. ഇൻകം ഡിവൈഡഡ് ബൈ കമ്മോഡിറ്റിയുടെ പ്രൈസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ പർച്ചേസ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിൽ 1000 റുപ്പീസാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ 1000 റുപ്പീസിന് നമുക്ക് ഈ എക്സും വൈ എന്നുള്ളൊരു കോമ്പിനേഷൻ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മൾക്ക് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ദാറ്റ് മീൻസ് ഈ സ്ക്രീനിൽ നിങ്ങൾ വായിച്ച് നോക്കാം. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന സിമ്പിളായിട്ടുള്ള തിങ്സ് ആണ് വന്നിരിക്കുന്നത്. ഇഫ് വി ക്യാൻ ജോയിൻ 100y and 40x വി ക്യാൻ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ദാറ്റ് മീൻസ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എപ്പോഴും എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ദാറ്റ് മീൻസ് എങ്ങനെയാണ്? പാരലൽ ആയിരിക്കില്ല, നമ്മൾക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എപ്പോഴും ബഡ്ജറ്റ് ലൈൻ കിട്ടാം. സോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന ലൈനെയാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതിനെ ഓൾസോ പറയുന്ന പേരാണ് പ്രൈസ് ലൈൻ എന്നും കൂടി. ഇറ്റ് ഈസ് കോൾഡ് പ്രൈസ് ലൈൻ ബിക്കോസ് ഇറ്റ് റിഫ്ലക്ട് ദ പ്രൈസ് ഓഫ് 2 കമ്മോഡിറ്റീസ് ഓർ 2 ഗുഡ്സ്. ദാറ്റ് മീൻസ് ഇതിന് പ്രൈസ് ലൈൻ എന്ന് പറയാനായിട്ടുള്ള കാരണം ഈ ഗ്രാഫിൽ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് പ്രൈസാണ്. 2 ഗുഡ്സിൻ്റെ അല്ലെങ്കിൽ 2 കമ്മോഡിറ്റിയുടെ പ്രൈസാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പ്രൈസ് ലൈൻ എന്നും പറയാനായിട്ട് കാരണം. സോ ബഡ്ജറ്റ് ലൈൻ ഓൾസോ കോൾഡ് പ്രൈസ് ഇൻകം ലൈൻ. അതായത് ബഡ്ജറ്റ് ലൈനെ നമ്മൾ പ്രൈസ് ഇൻകം ലൈൻ എന്നും കൂടി പറയുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ മേജറായിട്ട് കുറച്ച് അസംഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മൾക്ക് ഒരു സിംഗിൾ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാം. ആ ഫുൾ ഇൻകത്തിന് നമുക്കൊരു സിംഗിൾ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ പർച്ചേസ്ഡ് ബോത്ത് ദ എക്സ് ആൻഡ് വൈ. ദാറ്റ് മീൻസ് നമ്മുടെ ആ 2 കമ്മോഡിറ്റിയുടെ കോമ്പിനേഷനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സോ സ്ക്രീനിൽ നോക്കാം. The price commodity in the given graph AB is the budget line. അതായത് ഗ്രാഫ് മിസ് നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ അകത്ത് നോക്കാം. അതിൻ്റെ അകത്ത്
എ ബി എന്ന് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പ്രൈസ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്രോൺ ബൈ അസൂമിങ് കൺസെപ്റ്റ് ഓഫ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ ആൻഡ് ദ കോൺസ്റ്റൻറ്റ് പ്രൈസ് ഓഫ് എക്സ് ആൻഡ് വൈ മെഷേർഡ് ഓൺ ദ എക്സ് ആൻഡ് വൈ ആക്സിസ് റെപ്രസെൻറ്റേറ്റീവ്ലി. ദാറ്റ് മീൻസ് നമുക്കറിയാം എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈനാണ്. നമ്മൾക്കറിയാം ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് 2 ആക്സിസ് ആണ് ഉണ്ടായിരിക്കും. എക്സ് ആക്സിസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ വൈ ആക്സിസ് ഉണ്ടായിരിക്കും. അതിനകത്ത് എക്സ് ആക്സിസിൽ നമ്മൾ കമോഡിറ്റി എക്സ്, അതായത് എക്സ് എന്നുള്ളൊരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഷോ ചെയ്യുന്നത്. വൈ ആക്സിസിൽ നമ്മൾ ഷോ ചെയ്യുന്നത് കമോഡിറ്റി വൈ, ദാറ്റ് മീൻസ് വൈ എന്നുള്ളൊരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഷോ ചെയ്യുന്നത്. ദ ബഡ്ജറ്റ് ലൈൻ ഇൻഡിക്കേറ്റ് ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് എക്സ് വിത്ത് നോ വൈ, ദ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് വൈ വിത്തൗട്ട് എക്സ് ഓർ എനി അതർ കോമ്പിനേഷൻ ബട്ട് വിത്ത് ദ എമൗണ്ട് അവൈലബിൾ വിത്ത് ഹിം. ദാറ്റ് മീൻസ് ഈ ബഡ്ജറ്റ് ലൈനിൽ ഷോ ചെയ്യുന്ന കാര്യം എന്തൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ നമ്മുടെ വൈ പർച്ചേസ് ചെയ്യാനുള്ള മാക്സിമം ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ എക്സ് മാത്രം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ വിത്ത് ദ അവൈലബിൾ ഇൻകം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻകം വെച്ചിട്ട് എക്സും വൈയും പർച്ചേസ് ചെയ്യാനുള്ളതായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. The line AB shows that he cannot be choose any combination beyond the line because in the income is limited ₹1000. അതായത് നമ്മൾക്ക് ആ ബഡ്ജറ്റ് ലൈൻ, അതായത് നമുക്ക് ആ 1000-ന് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദാറ്റ് മീൻസ് നമ്മുടെ ബഡ്ജറ്റ് ലൈനിൻ്റെ ഇൻസൈഡ് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിയോണ്ട് ദ ലൈൻ വി ക്യാനോട്ട് ബി പർച്ചേസ്ഡ് ബിക്കോസ് അവർ ദ ഇൻകം ഈസ് ലിമിറ്റഡ്. നമ്മുടെ ഇൻകം ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് ലൈനിൻ്റെ ഉള്ളിലുള്ള കോമ്പിനേഷൻസിന് മാത്രമേ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്സൈഡ് കോമ്പിനേഷൻ വി ക്യാനോട്ട് ബി പർച്ചേസ്ഡ്. Similarly, he will not be choose the combination below this line. This is because of it is not represent the maximum satisfaction. അതായത് നമ്മൾ പറഞ്ഞു ബഡ്ജറ്റ് ലൈനിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ചില സിറ്റുവേഷൻസിൽ ഹി കനോട്ട് ബി റെപ്രസെൻറ്റ്. എന്തുകൊണ്ടാണ്? ഹി കനോട്ട് ഗെറ്റ് എ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ചില സിറ്റുവേഷൻസിൽ അവർ അത് പർച്ചേസ് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് ലൈനെ റെപ്രസെൻറ്റ് ചെയ്യില്ല. ബിക്കോസ് എന്താണ്? ഹി കനോട്ട് ബി ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. നമ്മളൊരു 1000 റുപ്പീസ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ 1000 റുപ്പീസ് വേർത്തായിട്ട് എന്തെങ്കിലും നമ്മൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമല്ലേ നമ്മൾ ആ പ്രൊഡക്ട്സ് വാങ്ങിക്കുള്ളൂ. സോ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ബഡ്ജറ്റ് ലൈൻ ക്രോസ് ചെയ്യാനായിട്ട് പറ്റില്ല. മീൻസ് ബഡ്ജറ്റ് ലൈൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് എന്താണ്? ആ പേഴ്സണ്, ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ പേഴ്സൺസിന് ആ കോമ്പിനേഷനിൽ സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. അതുകൊണ്ടാണ് അവർ ആ കോമ്പിനേഷൻ പ്രിഫർ ചെയ്യാത്തത്. സോ ഇതാണ് ഗ്രാഫ് വരച്ച് കഴിഞ്ഞിട്ടുള്ള ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇതിപ്പോൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. നെക്സ്റ്റ് നമ്മൾക്ക് ബഡ്ജറ്റ് ലൈൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് പോവാം. നമുക്കിവിടെ ഗ്രാഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഷെയർ ചെയ്ത സ്ലൈഡ് തന്നെയാണ്. അതിനകത്ത് നമുക്ക് ഗ്രാഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 1000 റുപ്പീസാണ്. എക്സിൻ്റെ ₹25ഉം വൈയുടെ ₹10ഉം ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു 3 ഓപ്ഷൻസ് ഉണ്ട്. എക്സ് മാത്രം പർച്ചേസ് ചെയ്യുക, വൈ മാത്രം പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ പർച്ചേസ് ചെയ്യുക. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ഉണ്ട്. എക്സ് ആക്സിസിൽ നമ്മൾ ഷോ ചെയ്തിരിക്കുന്നത് കമോഡിറ്റി എക്സും, വൈ ആക്സിസിൽ നമ്മൾ ഷോ ചെയ്തിരിക്കുന്നത് കമോഡിറ്റി വൈയുമാണ്. സോ ഇനി നമുക്ക് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ 1000 റുപ്പീസാണ് ഉള്ളത്. 1000 റുപ്പീസിൽ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര കമോഡിറ്റീസ് വെച്ച് പർച്ചേസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ വൈ ആക്സിസിൽ നോക്കാം. നമ്മൾ പറഞ്ഞു ₹10 വെച്ചിട്ട് 1000 ആണ് നമ്മുടെ ഇൻകം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 100 വരെ നമ്മൾക്ക് മാക്സിമം പർച്ചേസ് ചെയ്യാം. സോ വൈ ആക്സിസിൽ 100ൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. അതായത് നമുക്ക് മാക്സിമം വാങ്ങാൻ പറ്റാവുന്ന കമോഡിറ്റീസ് ആയിരിക്കണം നമ്മുടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. വൈ എന്നുള്ളൊരു പ്രൊഡക്റ്റ് 1000 റുപ്പീസിന് നമുക്ക് 100 യൂണിറ്റാണ് വാങ്ങിക്കാൻ പറ്റുക. എക്സ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് 14 ആണ് ഈ 1000 റുപ്പീസിൽ വാങ്ങാൻ പറ്റുക. ഈ 40 കിട്ടിയത് എങ്ങനെയാണ്? 1000 ഡിവൈഡഡ് ബൈ 25 ചെയ്യുമ്പോൾ നമ്മൾക്ക് 40 കിട്ടും. സോ എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുമ്പോൾ വൈയുടെ മാക്സിമം 100ഉം അതേപോലെ തന്നെ എക്സിൻ്റെ മാക്സിമം 14 ആയിരിക്കണം. സോ നമ്മൾക്ക് അടയാളപ്പെടുത്താം. ഫസ്റ്റ് പോയിന്റിൽ നമ്മൾക്ക് 100, അതായത് വൈ എന്നുള്ളൊരു പ്രൊഡക്റ്റ് നമ്മൾക്ക് 100 പർച്ചേസ് ചെയ്യാം. ദാറ്റ് മീൻസ് കേസ് 1 കേട്ടോ. ദാറ്റ് മീൻസ് നമ്മൾക്ക് വൈ മാത്രമാണെന്നുണ്ടെങ്കിൽ 100 യൂണിറ്റ് വാങ്ങിക്കാം. ഇനി നെക്സ്റ്റ് എക്സിൻ്റെ കേസസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ 40 ആണ് നമുക്ക് മാക്സിമം വാങ്ങിക്കാനായിട്ട് പറ്റാം.
നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ 75 വൈയും വാങ്ങിക്കാം, 10 വാങ്ങിക്കാം, 10 എക്സും വാങ്ങിക്കാം. സോ 75ലും അതേപോലെ തന്നെ 10ലും നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. വേറൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് വേണമെങ്കിൽ 50 വൈ വാങ്ങിക്കാം, അതേപോലെ തന്നെ 20 എക്സ് വാങ്ങിക്കാം. അതായത് 50 യൂണിറ്റ് വൈയും കിട്ടും, 20 യൂണിറ്റ് എക്സും കിട്ടും. അതാണ് കോമ്പിനേഷൻ ഓഫ് ബോത്തിൽ വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ 25 വൈയും വാങ്ങിക്കാം, അതായത് 25 വൈ എന്നുള്ളൊരു കമ്മോഡിറ്റിയും വാങ്ങിക്കാം, 30 എക്സ് എന്നുള്ളൊരു കമ്മോഡിറ്റി വാങ്ങിക്കുക. അത് നമ്മൾക്കറിയാമല്ലോ കോമ്പിനേഷൻ കണ്ടുപിടിക്കാനായിട്ട്. സോ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എപ്പോഴും എങ്ങനെയായിരിക്കും, മാക്സിമം ആയിരിക്കും. അതായത് വൈയുടെ മാക്സിമം 100ഉം എക്സിൻ്റെ മാക്സിമം 14 ആയിരിക്കും. സോ ഈ 100ൽ നിന്ന് 40 നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതിനെയാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഇൻകം വെച്ചിട്ട് നമ്മൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എക്സ് ആൻഡ് വൈയുടെ കോമ്പിനേഷനാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്, അതായത് ഇൻസൈഡ് ബഡ്ജറ്റ് ലൈനിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് പറയുന്നത്. സോ അപ്പോൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ സിമ്പിളാണ്. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് തന്നിരിക്കുന്ന ഇൻകം വെച്ചിട്ട് എത്ര എമൗണ്ട് ഓഫ് കമ്മോഡിറ്റി മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സിൻ്റെ കേസസിൽ 100ഉം വൈയുടെ കേസസിൽ 40 ആയിരുന്നു. സോ 100ൽ നിന്ന് 40ലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുന്നതാണ് ബഡ്ജറ്റ് ലൈൻ. അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കോമ്പിനേഷൻസും കസ്റ്റമറിന് അല്ലെങ്കിൽ പീപ്പിളിന് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ കോമ്പിനേഷനിലും അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ബിയോണ്ട് ബഡ്ജറ്റ് ലൈൻ, അതായത് ബഡ്ജറ്റ് ലൈനിൻ്റെ ഇൻസൈഡ് നമ്മൾക്ക് ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും വാങ്ങിക്കാം. ബിയോണ്ട് ദ ബഡ്ജറ്റ് ലൈൻ വി കനോട്ട് ബി പർച്ചേസ്ഡ്. ബിക്കോസ് എന്താണ്, അവർ ഇൻകം ഈസ് ലിമിറ്റഡ്. നമ്മുടെ ഇൻകത്തിനുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട്സൈഡ് ബഡ്ജറ്റ് ലൈൻ വി കനോട്ട് ബി പർച്ചേസ് ബിക്കോസ് അവർ ഇൻകം ഈസ് ലിമിറ്റഡ്. സോ ഇത്രയാണ് ബഡ്ജറ്റ് ലൈനിൽ പറയുന്നത്. സോ നമ്മുടെ മാക്സിമത്തിൽ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കോമ്പിനേഷൻസും ആണ് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ദാറ്റ് മീൻസ് അത്രയും പ്രൊഡക്ട്സ് ആണ് കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് ആവുന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ബഡ്ജറ്റ് ലൈൻ എന്നുള്ളൊരു ടോപ്പിക്ക് മാത്രമേ മിസ് എടുക്കത്തുള്ളൂ. ഓൾമോസ്റ്റ് മിസ് പറഞ്ഞു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കോമൺലി കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബഡ്ജറ്റ് ലൈൻ. സോ ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്ലെയിൻ ദ ബഡ്ജറ്റ് ലൈൻ വിത്ത് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. എന്താണ് ബഡ്ജറ്റ് ലൈൻ, അതായത് മീനിങ് എഴുതുക, അതേപോലെ തന്നെ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വിത്ത് എക്സാമ്പിൾ അടക്കം എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.